Hello everyone, welcome back to Grammar Galaxy, where we make English grammar simple and fun. In our last video, we learned about sentences, types of sentences, and subject and predicate. And today we are going to start a very important topic, that is parts of speech. Every sentence we speak or write is made up of words, right? But do you know each word in a sentence has a special job to do? So depending on their work, words are divided into 8 groups, and these groups are called the parts of speech. Now let us look what is a parts of speech. Parts of speech are the different types of words in English that have specific roles or functions in a sentence. അതായത് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ പല തരത്തിലുള്ള വേർഡ്സുകളെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഈ വേർഡ്സിന് അതിൻ്റേതായ ഫങ്ഷൻസ് അല്ലെങ്കിൽ റോളുകൾ ആ സെൻറ്റൻസിൽ ഉണ്ട്. സെൻറ്റൻസിലെ പല വേർഡുകൾ ഉണ്ടാവും. ആ വേർഡൊക്കെ തന്നെ ഒരു ഗ്രൂപ്പിലേക്ക് ബിലോങ് ചെയ്തിരിക്കുകയാണ്. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു നൗൺ ഗ്രൂപ്പ് ആവാം, ഇല്ലെങ്കിൽ ഒരു വെർബ് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ആഡ്ജക്റ്റീവ് ഗ്രൂപ്പ് ആവാം. അങ്ങനെ ഈച്ച് ഗ്രൂപ്പ് ടെൽസ് us what the word does in the sentence. ഓരോ ഗ്രൂപ്പുകളും ഒരു സെൻറ്റൻസിൽ വേർഡ്സ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് പ്രവൃത്തി, എന്ത് ആക്ഷൻ ചെയ്യുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് റെഫേഴ്സ് ടു ദ ബിൽഡിംഗ് ബ്ലോക്ക് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലെ പാർട്സ് ഓഫ് സ്പീച്ചിനെ ബിൽഡിംഗ് ബ്ലോക്കുകളെന്നും പറയുന്നു. ഇനി അടുത്തതായി ഒരു സെൻറ്റൻസിലെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ഷീ ഈസ് വെരി ഹാപ്പി ടുഡേ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ പല വേർഡ്സ് ഉണ്ട്. ആ പല വേർഡ്സും പല ഗ്രൂപ്പിനെ ബിലോങ് ചെയ്യുന്നു. അതായത് ഷീ എന്ന് പറയുന്ന വേർഡ് പ്രോനൗൺ എന്ന ഗ്രൂപ്പിനും, ഇസ് എന്ന് പറയുന്ന വേർഡ് വേർബ് എന്ന ഗ്രൂപ്പും, വെരി എന്ന് പറയുന്നത് ആഡ്വേർബ് എന്ന ഗ്രൂപ്പും, ഹാപ്പി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് എന്ന ഗ്രൂപ്പും, ആൻഡ് ഫൈനലി ടുഡേ എന്ന വേർഡ് നൗൺ ഗ്രൂപ്പിലും ബിലോങ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പം ഒരു ഡൗട്ട് ഉണ്ടാവാം. ചിലപ്പോഴെന്നല്ല, ഒരു ഡൗട്ട് എന്തായാലും തോന്നിക്കാണും. അതായത് എന്താണ് നൗൺ, എന്താണ് പ്രോനൗൺ, അല്ലെങ്കിൽ എന്താണ് ആഡ്വേർബ് എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇംഗ്ലീഷ് ഗ്രാമറിൽ 8 പാർട്സ് ഓഫ് സ്പീച്ചാണ് നമുക്ക് ഉള്ളത്. ആ 8 പാർട്സ് ഓഫ് സ്പീച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതായത് നൗൺ, പ്രോനൗൺ, വേർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, പ്രപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇൻ്റർജങ്ഷൻ. ഈ 8 എണ്ണമാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ടുള്ളത് വരും വീഡിയോകളിലൂടെ നമുക്ക് പഠിക്കാം. നൗൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരിനെയോ സ്ഥലത്തിനെയോ അല്ലെങ്കിൽ ഒരു സാധനത്തിനെയോ അല്ലെങ്കിൽ ഒരു ഐഡിയനെ സൂചിപ്പിക്കുന്നതാണ് നൗൺ എന്ന് പറയുന്നത്. ഇനി പ്രോനൗൺ എന്ന് പറയുമ്പോൾ ഒരു നൗണിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് പ്രോനൗൺ. എക്സാമ്പിൾ ഐ, ഹി, ഷീ. അടുത്ത വേർബ് എന്ന് പറയുന്നത് ഒരു ആക്ഷനെ കാണിക്കുന്നതാണ് വേർബ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗൺ അല്ലെങ്കിൽ പ്രോനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്തത് ആഡ്വേർബ് എന്ന് പറയുന്നത് ഒരു വേർബിനെയോ അഡ്ജക്റ്റീവിനെയോ അല്ലെങ്കിൽ മറ്റൊരു ആഡ്വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. അടുത്തതായി പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനെയാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. Then seventh one, conjunction.
കൺജങ്ഷൻ എന്ന് പറയുന്നത് വേർഡ്സിനെ അല്ലെങ്കിൽ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഫൈനലി ഇൻ്റർജങ്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ഇൻ്റർജങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ചെറിയൊരു മെമ്മറി ടിപ്പ് ആയാലോ. നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൽ 8 പാർട്സ് ഓഫ് സ്പീച്ചാണ് ഉള്ളത്. അത് എന്താണെന്ന് നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ 8 എണ്ണം ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു ടിപ്പാണ് പറയാൻ പോകുന്നത്. അതിനായി ഒരു സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്. നോട്ടി പീപ്പിൾ വിസിറ്റ് അമേസിംഗ് അഡ്വഞ്ചർ പാർക്ക് ക്യാരിങ് ഐസ്ക്രീം. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെന്ന് മനസ്സിലാവും. അതായത് നോട്ടി, അതിൽ ആദ്യത്തെ ലെറ്റർ എൻ സൂചിപ്പിക്കുന്നത് നൗൺ ആണ്. ദെൻ പീപ്പിൾ, പി പ്രോണൗൺ. വിസിറ്റ് വെർബ്. അമേസിംഗ് adjective. Adventure adverb. Parks preposition. Carrying, C stand for conjunction. And finally ice cream, that is interjunction. So ഈ ഒരു സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് പാർട്സ് ഓഫ് സ്പീച്ച് 8 പാർട്സ് ഓഫ് സ്പീച്ചും മറന്നു പോകത്തില്ല. ഓക്കെ, സോ ദ സെൻറ്റൻസ് ഇസ് naughty people visit amusing adventure park carrying ice cream. I hope you enjoyed this video. If you like this video, please subscribe to Grammar Galaxy and stay tuned for more fun grammar lessons. Keep learning, keep shining with Grammar Galaxy. Thank you everyone.